7-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ പരിപൂർണ പരാജയത്തിലേക്ക് ഹമാസ് നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഹമാസിനെതിരെ ഗാസയിൽ ജനങ്ങളുടെ പ്രതിഷേധം. ഹമാസ് യുദ്ധം നിർത്തണമെന്നും ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നും മുദ്രാവാക്യം മുഴക്കിയാണ് ആളുകൾ തെരുവിലിറങ്ങിയത്. ഗസയിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് കാരണം ഹമാസിന്റെ പിടിപ്പുകേടാണെന്ന് വിമർശിച്ചാണ് ജനങ്ങൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ പ്രതിഷേധം ഇന്നും നിർത്താതെ തുടർന്നത്. പലസ്തീനികൾ ഹമാസിനെതിരെ രംഗത്ത് വന്ന കാഴ്ച അത് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഇത് പ്രതീക്ഷ ഒന്നാണോ? ഇതിനു മുൻപും ചില മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെ പരസ്യമായി ഹമാസ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടനം ഗാസയിൽ കണ്ടിട്ടുണ്ടോ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. 2-3 ദിവസങ്ങളായി നമ്മുടെ മലയാള സോഷ്യൽ മീഡിയ ചാനലുകളിൽ ആർത്തലക്കുന്ന മുദ്രാവാക്യമാണ് ഹമാസിനെ ഗസക്ക് വേണ്ട എന്നത്. സത്യത്തിൽ ആർക്കാണ് ഹമാസിനെ വേണ്ടാത്തത്? ഹമാസിനെ വേണ്ടാത്തത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണ്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഗസയിൽ കാണുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഹമാസ് ചെയ്തത് ഒരു എടുത്തുചാട്ടമായി പോയി എന്ന് ചോദിച്ചാൽ ചരിത്രമറിയുന്ന ആരും ഹമാസിനെ കുറ്റപ്പെടുത്തുകയില്ല. കാരണം അതിന് മാത്രം ഫലസ്തീനികളെ കണ്ണീര് കുടിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യം ഫലസ്തീനോട് ചെയ്ത ക്രൂരതയുടെ ഒരംശം പോലും ഹമാസ് ഇസ്രായേലിനോട് ചെയ്തിട്ടില്ല. എങ്കിലും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം തന്നെയാണ്. ഒക്ടോബർ 8 ഇസ്രായേൽ ഗസക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടക്കൊലയല്ലാതെ മറ്റൊന്നും ഗസയിൽ ഉണ്ടായിട്ടില്ല. കൃത്യമായി ഒരു വിമാനം പോലും കൈവശമില്ലാത്ത ഒരു ജനതയെ നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും അത്യാധുനിക യുദ്ധോപകരണങ്ങളും മിസൈലുകളും എല്ലാം ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ആയുധങ്ങൾ തികയാതെ വരുമ്പോൾ ടൺ കണക്കിന് ആയുധങ്ങൾ അമേരിക്ക നൽകുന്നു. 1.5 വർഷം കൊണ്ട് ഇട്ടാവട്ടം പോലെയുള്ള പ്രദേശത്തു നിന്നും കൊന്നുതള്ളിയത് 62,000-ലധികം വരുന്ന മനുഷ്യ ജീവികളെയാണ്. അതും കൊല്ലപ്പെട്ടവരിൽ 70% സ്ത്രീകളും കുട്ടികളും. കൂടാതെ 100,000-ലധികം പരിക്കുപറ്റിയവർ, അവരിലും കൈകാലുകളും കണ്ണും നഷ്ടപ്പെട്ട പാതിച്ചത്ത കുരുന്നുകൾ നിരവധി. എന്നിട്ടും പലസ്തീനികൾ നിശബ്ദരായിരുന്നു. പട്ടിണി കൊണ്ടും രോഗം കൊണ്ടും പരീക്ഷിച്ചപ്പോഴും അവർ ദൈവത്തോട് മാത്രം പരാതി പറഞ്ഞു. ആരെയും കുറ്റപ്പെടുത്തിയില്ല, ആരുടെ നേരം വിരൽ ചൂണ്ടിയതുമില്ല. നീണ്ട 1.5 വർഷം ഒരു ജനതയെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തടവിലിട്ടു. അവരുടെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തച്ചു തകർത്തു. അവരുടെ കൃഷിയിടങ്ങൾ കത്തിച്ചു ചാമ്പലാക്കി. കുടിവെള്ളത്തിൽ പോലും വിഷം കലക്കി. മഞ്ഞിലും വെയിലും സംരക്ഷണം നൽകിയിരുന്ന അവരുടെ സ്വപ്നഗ്രഹങ്ങൾ തച്ചുടച്ചു. അവരെ ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളാക്കി. തകർന്നുടഞ്ഞ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ശവക്കൂനകളാക്കി ഫലസ്തീന്റെ മണ്ണിനെ. അവർക്ക് പ്രതീക്ഷ നൽകിയിരുന്ന അവരുടെ നേതാക്കന്മാർ ഒന്നൊന്നായി കൊന്നുതള്ളി. അവരുടെ അനുഭവം വെച്ച് പുലർത്തിയിരുന്നവരെയും ആക്രമിച്ചു. എന്നിട്ടും കീഴടങ്ങാതെ ഉദിച്ചുയർന്ന സൂര്യനെ പോലെ തന്നെയായിരുന്നു ഹമാസും അവരുടെ ജനങ്ങളും. 24 മണിക്കൂറിനുള്ളിൽ ഫലസ്തീനിലെ കത്തിച്ചു ചാമ്പലാക്കി ഹമാസിനെ കൊന്നുതീർത്ത് മുഴുവൻ ബന്ദികളെയും തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഇസ്രായേലിന്, അഥവാ ഇരട്ടച്ചങ്കനായ നെതന്യാഹുവിന് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനോ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാനോ കഴിഞ്ഞില്ല. അതിനിടയിൽ തന്നെ ഗസയിൽ ലഘുലേഖകൾ വിതരണം ചെയ്തും പ്രതിഫലങ്ങൾ പ്രഖ്യാപിച്ചും ഹമാസിനെതിരെ ജനങ്ങളെ ഇളക്കിവിടാനുള്ള ശ്രമങ്ങൾ പലതും നടത്തിയിരുന്നു ഇസ്രായേൽ. ഒരു പുൽക്കൊടി പോലും ഹമാസിനെതിരെ തലപൊക്കിയില്ല. ഒരൊറ്റുകാരൻ പോലും ഇസ്രായേൽ പക്ഷത്തേക്ക് അന്ന് നീങ്ങിയില്ല. അവസാനം നല്ലൊരു ഭാഗം ബന്ദികളെയും ഇസ്രായേലിൽ തിരികെ കിട്ടിയത് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയും ഒക്കെ ചേർന്ന് നടത്തിയ കഥയില്ലാ കളികളിലൂടെയാണ്. അവസാനം ആ കളിയിലും ഇസ്രായേൽ ചതിച്ചു. 1-ാം ഘട്ട വെടിനിർത്തൽ കഴിഞ്ഞപ്പോൾ 2-ാം ഘട്ടത്തിലേക്ക് കടക്കാതെ ചൂടുമാറ്റി നിർത്തിവെച്ച യുദ്ധം പൂർവാധികം ശക്തിയായി പുനരാരംഭിച്ചു. കൂടുകൾ നഷ്ടപ്പെട്ട് ചിതറിപ്പോയ ഫലസ്തീനികൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ പ്രതീക്ഷയുടെ കൈത്തിരിയുമായി തകർന്നുടഞ്ഞ് തങ്ങളുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ യുദ്ധം ശക്തമായി പുനരാരംഭിച്ചപ്പോൾ ഫലസ്തീനികൾ നിരാശാബോധം നേലിച്ചു. ഒപ്പം ദാരിദ്ര്യം, പട്ടിണി, പകർച്ചവ്യാധികൾ, ഒന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്ത ശൂന്യത. അതിനിടയിൽ കുടിവെള്ളം പോലും കിട്ടാതിരിക്കാൻ ഗസയിലേക്കുള്ള വൈദ്യുതിയും ഇസ്രായേൽ വിച്ഛേദിച്ചു. ഇടയ്ക്കിടെ ഐക്യരാഷ്ട്രസഭ ഏജൻസികൾ നൽകിയിരുന്ന ഭക്ഷണം പോലും കിട്ടാതിരിക്കുന്നതിന് വേണ്ടി അവരെയും ആക്രമിച്ചു. അവസാനം ആ ഭക്ഷണവും ഇല്ലാതായി അവർക്ക്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ തന്നെ പറയുന്നു 3 ആഴ്ചയിലധികമായി ഗസയിലേക്ക് ഒരു മാനുഷിക സഹായം നൽകിയിട്ടില്ല എന്ന്. ഫലസ്തീനികൾ തീർത്തും പട്ടിണിയിലാണെന്നും. ഈ പട്ടിണിക്കിടയിലും കുറച്ചാളുകൾ ഹമാസിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്.
ഈ തുള്ളിച്ചാടുന്ന കോമരങ്ങളിൽ ആരെങ്കിലും 10 ദിവസം അർത്ഥപട്ടിണിയെങ്കിലും കിടക്കട്ടെ, അതും കുടിക്കാൻ വെള്ളമില്ലാതെ, തലയായിക്കാൻ ഇടമില്ലാതെ. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവർ പെറ്റ തള്ളയവരെ മാറ്റിപ്പറയും, തീർച്ചയാണ്. ഈ 1,500 പേർ ചേർന്ന് വിളിച്ച മുദ്രാവാക്യം വിളി യുദ്ധം തുടങ്ങി 1 മാസത്തിനുള്ളിൽ, വേണ്ട 6 മാസത്തിനുള്ളിൽ ആയാൽ പോലും അത് ഹമാസിനെതിരെയുള്ള മുദ്രാവാക്യം വിളിയായി അംഗീകരിക്കാമായിരുന്നു. ഇതിപ്പോൾ 1.5 കൊല്ലം കൊന്നുതീർത്ത് അതിനുശേഷം വെടിനിർത്തലിനുള്ള പ്രതീക്ഷ നൽകി. എന്നിട്ടും വീണ്ടും ആയുധം കൊണ്ടും പട്ടിണി കൊണ്ടും ഒരു ജനതയെ കൊല്ലുമ്പോൾ അല്പമെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടായില്ലെങ്കിൽ അവരെ മനുഷ്യരെന്നിങ്ങനെ വിളിക്കാനാകും. മാത്രമല്ല, ഹമാസ് ഗസയിലെ ഒരു മുഴുവൻ ശബ്ദമല്ല. ഗസയിലെ ഹമാസിനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഹമാസിനേക്കാൾ ശക്തരായി ഫത്ത പാർട്ടിയുണ്ട്, ഇസ്ലാമിക് റെസിസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ട്, അതുപോലെയുള്ള സംഘടനകളുണ്ട്. ഇവർക്കൊക്കെയും അവിടെ സ്വാധീനമുണ്ട്. അവരാരും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. അവർക്കും വിളിക്കാം ഹമാസിനെതിരെ മുദ്രാവാക്യങ്ങൾ. ബറ ഹമാസ് എന്ന് വിളിച്ച അതേ ഫലസ്തീൻ ജനത ഒരവസരം കിട്ടിയാൽ ഇസ്രായേലിന്റെ മർമ്മത്തിന് തന്നെ കുത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം അവരാണ് ഗസയെ രക്തമംഗലമാക്കിയത്. അവരാണ് ഗസയിലെ അമ്മമാരെയും പെങ്ങന്മാരെയും നിഷ്കരണം കൊന്നുതള്ളിയത്. അവരാണ് ഗസയിലെ പൂക്കളെ പോലെ പൊട്ടിച്ചിരിച്ചിരുന്ന ചിത്രശലഭങ്ങളെ പോലെ പാടിപ്പറ നടന്നിരുന്ന കുരുന്നുകളെ തല്ലിക്കൊഴിച്ചവർ. മറക്കിലൊരിക്കലും ഗസൻ ജനതയുടെ രക്തം കുടിച്ച നരഭോജികളുടെ നാടായ ഇസ്രായേലിനെ അവർ കാലം എത്ര തന്നെ അത് മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും. ഈ പ്രകടനത്തിന് നേതൃത്വം നൽകിയ ഹസൻ സഅദി എന്ന ചെറുപ്പക്കാരന്റെ വാക്കുകൾ അൽ ജസീറ ഉദ്ധരിക്കുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് അല്പമൊന്ന് മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ ഹമാസിനെയോ ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഗ്രൂപ്പിനെയോ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ തങ്ങൾക്ക് ആവശ്യമില്ല. രാഷ്ട്രീയമായി ചൂഷണം ചെയ്യാനുള്ള യാതൊരു താല്പര്യം ഇതിന് പിന്നിലില്ല. ഞങ്ങൾ ഹമാസിനെ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. അത്യധികമായി അവർ ഈ നാടിന്റെ തന്നെ ഭഗവന്മാരാണ്. അവർ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്നവരല്ല. അതേസമയം ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബാസിനെയും ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു: വേദനിക്കുന്ന ഏതൊരുവനും ഉറക്കെ കരയുവാനും ഞങ്ങളുടെ രാജ്യത്തെ ചതിക്കുകയും ഞങ്ങളുടെ ജനതയെ ആക്രമിക്കുകയും ചെയ്തവർക്കെതിരെ ശബ്ദിക്കാനും അവകാശമുണ്ട്. നമ്മുടെ ജനത തെരുവിലിറങ്ങിയാലും ഇല്ലെങ്കിലും അവർ ഞങ്ങളുടെയും അവരുടെയും ഭാഗമാണ്. ആരും ചൂഷണത്തിന് മുതിരേണ്ടതില്ല. ഇനി മറ്റൊന്ന്, ഇസ്രായേൽ ഭരിക്കുന്ന ഇരട്ടച്ചങ്കനായ നെതന്യാഹുവിനും ഗവൺമെന്റിനുമെതിരെ എത്ര കാലമായി ഇസ്രായേലികൾ തെരുവിൽ കലാപമുണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഗസയെ പോലെ അവിടെ എത്ര പേരെയാണ് കൊന്നിട്ടുള്ളത്? ഗസയെ പോലെ അവിടെ എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? അവർ പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? അവരെ രോഗികൾ ചികിത്സ കിട്ടാതെ മരിച്ചിട്ടുണ്ടോ? എന്നിട്ടും എന്തിനാണ് അവർ തെരുവുകൾ കത്തിക്കുന്നത്? അത് വെറും വിരലിലെണ്ണാവുന്ന ബന്ദികൾക്ക് വേണ്ടി മാത്രം. ആ നിലയ്ക്ക് 10,000-കണക്കിന് ഫലസ്തീനികൾ ഇസ്രായേൽ ജയിലിൽ കിടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മൃതപ്രായരായും ലക്ഷത്തിനോടടുത്ത് കൊല്ലപ്പെടുകയും ചെയ്ത ഗസയിലെ ജനത, ഫലസ്തീനിലെ ജനത എത്ര കാലം മുമ്പേ ഗസയിൽ കലാപക്കൊടി ഉയർത്തണമായിരുന്നു. അതുണ്ടായില്ല. ഇതുവരെയും അവർ പിടിച്ചു നിന്നു. പട്ടിണി മാത്രമാണ് അവരെ പിടിച്ചുലച്ചത്. അവരുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം മാത്രം ഗസയിലേക്ക് കടത്തിവിട്ടിട്ട് ഈ ഉന്മാദ ലഹരിയിൽ കഴിയുന്നവർ യുദ്ധം ചെയ്യട്ടെ. എന്നിട്ട് വിളിക്കുമോ അവർ ഹമാസിനെതിരെ മുദ്രാവാക്യം എന്ന് കാണട്ടെ.